ഹായ്, എല്ലാവർക്കും എന്നെ അറിയായിരിക്കും. എൻ്റെ പേര് ആവണി. 2-3 ദിവസമായിട്ട് നിങ്ങളെല്ലാവരും അറിയുന്നുണ്ട്. 5 days ബാക്ക് എനിക്കൊരു ആക്സിഡൻറ്റ്. എൻ്റെ ഡ്രീം ഡേക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ പോയതാ. പക്ഷെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയും വിശ്വാസം. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ വന്ന സമയത്ത് പോലെ ഇപ്പം ഒരുപാട് ബെറ്ററായി. വന്നപ്പോൾ എനിക്ക് കാലെനിക്ക് ഫീലേ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പം എനിക്ക് അതിൽ നിന്നൊക്കെ മച്ച് ബെറ്ററായിട്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇപ്പോൾ ഞാൻ കുറച്ച് റിക്കവറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ICU റൂമിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ ഞാൻ ഇന്നലെ തൊട്ട് ഫിസിയോ സ്റ്റാർട്ട് ചെയ്തു. പയ്യെ നിൽക്കാനും ഇരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇവിടുത്തെ ലേക്ക് ഷോറിൻ്റെ ടീം വെരി ഗുഡ് സപ്പോർട്ടാണ്. ഇപ്പം ഈവൻ ക്ലീനിങ് സ്റ്റാഫ് തൊട്ട് മേലോട്ടുള്ളവരാണെങ്കിലും എല്ലാ ദിവസവും എന്നെ കാണാനും തിരക്കാനും അവരുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് പറയേണ്ട കാര്യം. ഈവൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ചേർത്ത് വെക്കേണ്ട ആൾക്കാർ തന്നെയായിട്ട് എനിക്കിപ്പം ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ടീമിന് പറയാനുള്ളത്. അവരുടെയൊക്കെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, നിങ്ങളുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മനസ്സിൻ്റെ ധൈര്യമാണ് വേണ്ടത് അതാ. പക്ഷെ എനിക്ക് വന്ന സമയത്ത് എനിക്ക് തീരെ ഇല്ലായിരുന്നു. എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാമായിരിക്കും ഞാൻ കരയുമായിരുന്നു, കല്യാണം കഴിക്കേണ്ട, തലി കെട്ടേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോൾ എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഞാൻ നടക്കുമെന്ന്. കാരണം എനിക്ക് അത്ര പോലും കാലിന് വയ്യ. പക്ഷെ ഇപ്പം എനിക്ക് നല്ല ധൈര്യത്തിൽ പറയാം, ഞാനൊരു വിത്തിൻ ഒരു 3 months അതിനുള്ളിൽ നടക്കുമെന്ന് എനിക്ക് നല്ല ഷുവറുണ്ട്. ഇപ്പം എനിക്ക് ആ ഒരു കെയറാണ് നിങ്ങളും എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ റെസ്പെക്റ്റോടുള്ളൊരു ഡിസിഷൻ നടത്താൻ പറഞ്ഞ ഒരഭിപ്രായം എനിക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ഹോസ്പിറ്റലാണ്, ഒരുപാട് രോഗികൾ, വേറെ പേഷ്യൻസ്, അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഇടയ്ക്കിലും അവർക്ക് നോക്കുമ്പോൾ നമ്മുടെ കാര്യം ചെറുതാണെങ്കിലും നമുക്ക് ഇത്ര ഒരു ബിഗ് ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാനല്ല, അത് അങ്ങോട്ട് ആ ഒരു സെറിമണി നടത്താൻ നിങ്ങൾ തന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത് വളരെ വലുതാണ്. കാരണം ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സർജറീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും ഞങ്ങളുടെ ആ ഒരു ചെറിയ കാര്യത്തിന് ഇമ്പോർട്ടൻസ് തന്നു, ആ ഒരു മുഹൂർത്തത്തിൻ്റെ വാല്യൂ എന്നുള്ളത് വളരെ നന്ദിയുള്ളൊരു കാര്യമാണ്. ആകെ ഞാൻ പുറത്തിട്ട് ജീവിതം തീർന്നു ആ ഒരു രീതിയിലിരിക്കുമായിരുന്നു ഞാൻ. പിന്നെ എല്ലാവരുടെയും ഈവൻ എല്ലാവരും ഒരാളെപ്പോലെ എനിക്ക് എടുത്തു പറഞ്ഞാൽ തീരില്ല, അത്രയേ ഉണ്ട്. ഇപ്പം ഈവൻ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് ഇവരൊക്കെ വന്നിട്ടാണെങ്കിൽ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താ എൻ്റെ പ്രോബ്ലം എന്ന്. ഇവർ വന്നിട്ട് എനിക്കൊരു വേഗമായിട്ടല്ല ആൻസർ തരുന്നത്, എല്ലാം കറക്റ്റായിട്ട് എനിക്ക് അവർ വന്ന് നമ്മളിങ്ങനെ റിലാക്സ് ആക്കിയിട്ട് അവർ വന്നു കഴിഞ്ഞ് പോകും. നമുക്കൊരു സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ നമ്മുടെ ഫ്രണ്ടിൽ വേറെ വർത്തമാനം, പിന്നെ പേരൻസിനൊക്കെ അങ്ങനെ. പക്ഷെ ഇതിപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസാണ്, ഞാൻ ഓക്കെ ആകും. അങ്ങനെ ഒളിച്ചൊന്നും അല്ല വെച്ച് ഇങ്ങനെ സംസാരിക്കും. അത് തന്നെ എനിക്കതൊരു കോൺഫിഡൻസ് അതൊക്കെ തോന്നുന്നത്. ഞാൻ വന്ന ടൈമില് അവനെ കണ്ടപ്പോ എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഡോക്ടർ സുധീഷ് കർണാകരനുമായിട്ട് സംസാരിച്ചതിന് ശേഷം പുള്ളി ഇതിനെ കുറിച്ചൊരു ഓവറാൾ എന്താണ് പുള്ളിയുടെ വ്യൂ സൈഡ് നമുക്കൊന്ന് കൺവേ ചെയ്ത് തന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പൊ നമുക്കത് സർജറിയിലൂടെ മാറ്റാം, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് എന്ന്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ സ്റ്റാഫ് ആയാലും, സിസ്റ്റർമാരായാലും ഇവിടുത്തെ ഗാർഡ്സ് ആയാലും, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും എല്ലാ സ്റ്റാഫും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ നടന്നു, സർജറി സക്സസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ അവരുടെ നിന്നുള്ള സപ്പോർട്ട് എനിക്ക് വളരെ നന്നായിട്ട് കിട്ടി. അവള് പറയുന്നുണ്ട് അവളുടെ മൂവ്മെന്റ്സ് എല്ലാം ഇനി ഓക്കെ ആണ്, വന്നതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുണ്ട് ആവണിക്ക് തന്നെ അങ്ങനെ ഒരു ഫീല് വന്നു എന്നുള്ളത് തന്നെയാണ് എനിക്കൊരു കോൺഫിഡൻസ്. എനിക്ക് ആദ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ച് ഡിപ്രസ്ഡ് സ്റ്റേജിലായി പോകുന്നത് ഞാൻ വിചാരിച്ചു. എനിക്ക് അത്രയ്ക്ക് പോലും എൻ്റെ കാലിൻ്റെ മൂവ്മെന്റ് ഇല്ല, എനിക്ക് സെൻസേഷൻസ് ഒന്നുമില്ല താഴത്തോട്ട്. അബ്ഡമനിൽ താഴത്തായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്യും. എനിക്ക് ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് തൊട്ട് ഇപ്പോൾ ഇവിടെ വരുന്ന വരെ എനിക്ക് റൈറ്റ് ലെഗിന് ചെറിയൊരു മൂവ്മെന്റും സെൻസേഷനും ഉണ്ടെന്ന്, അതും വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു മൂവ്മെന്റ് ഉണ്ടെന്നല്ലാതെ ലെഫ്റ്റിന് എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു. ഈവൻ എൻ്റെ ഫിംഗേഴ്സ് പോലും എനിക്ക് അനക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ തൊട്ട് ഇന്നലെ അല്ല ഞാൻ തൊട്ട് ഫിസിയോ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് എനിക്ക് നല്ല സ്വന്തമായിട്ട് കാല് ഇപ്പം എനിക്ക് തന്നെ അല്ലെങ്കിൽ സപ്പോർട്ടോടെ ഒരു 1 minute എങ്കിലും എനിക്ക് ഇരിക്കാം, കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാം, അതിനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. ചെറിയ സെൻസേഷൻസ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്, വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പം ഇന്ന് ഒരു ഡേയുടെ ഫിസിയോ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല മച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ മാറ്റമുണ്ട്. ആ സമയത്ത് ഞാൻ ഫുൾ ഷാരോണിനെ കുറിച്ച് ചിന്തിച്ചത്, എൻ്റെ ജീവിതവും സ്പോയിലായി. ഷാരോണിനെ കൂടി കിട്ടിക്കല്ലേ, അറിയാമല്ലോ ഒരു കാല് വയ്യാത്തൊരു കുട്ടീനെ നോക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചു പോയത്. ഷാരോണിൻ്റെ ലൈഫിൽ തീർന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യം പറഞ്ഞ് കെട്ടല്ലേ, ഞാൻ നടന്ന് തുടങ്ങിയിട്ട് കല്യാണം കഴിച്ചാൽ മതി, ആ ഒരു മെൻറ്റാലിറ്റി എനിക്ക് എന്നെക്കുറിച്ചല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫുൾ ഷാരോണിനെ കുറിച്ചായിരുന്നു.
പുള്ളിയുടെ ലൈഫ് പോയി, പുള്ളിയുടെ ഫാമിലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പം പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ച് താലി കെട്ടി. അത് കഴിഞ്ഞിട്ടാണ്, അതുവരെ നമുക്ക് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ളൊരു ഇഷ്ടം ഉണ്ടല്ലോ ഇപ്പോൾ. അതിപ്പോൾ എനിക്കിപ്പോൾ പുള്ളി ഇല്ലാതായി. ഇപ്പം എനിക്കിപ്പം ഒരു നിമിഷം പോലും ക്ലീശ ഡയലോഗാന്ന് അറിയുന്നാലും ഇപ്പം എനിക്ക് ആ ഒരു തോട്ടായി, പുള്ളിനെ കാണാതിരിക്കാനേ പറ്റാത്തൊരവസ്ഥയെ ആ ഒരു ബോണ്ട് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കി ഈ ഒരു ആക്സിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ലീവിന് എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുക്കുവാണെങ്കിൽ തന്നെ മലയാളികളെക്കാളിലും കൂടുതൽ എനിക്ക് തമിഴ്നാട്ടിലെ ആൾക്കാർ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ നമുക്കറിയാത്തവർ കൂടി കുഴപ്പമില്ല, ഗെറ്റ് വെൽ സൂൺ, അങ്ങനെ പല പല മെസ്സേജ് നമുക്ക് അറിയാത്ത, ചിലപ്പോൾ ഫേക്ക് ആയിരിക്കാം, എന്നാൽ പോലും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വന്നിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഷാരോണിന് തന്നെ ഒരു 1K ഫോളോവേഴ്സ് എനിക്ക് തോന്നുന്നു ഇപ്പം ഇൻസ്റ്റയിലേക്ക് വിടിയെന്ന് തോന്നുന്നു. എല്ലാവരും എൻ്റെ അല്ല, ഷാരോണിൻ്റെ ഫാൻസ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഞാൻ കമൻറ്റ് നോക്കുമ്പോഴൊക്കെ ഷാരോൺ അങ്ങ് പൊക്കി വെച്ചിരിക്കും എല്ലാവരും കൂടി. എന്റെ ഷിബുച്ചിട്ടായിരുന്നു. എൻ്റെ അച്ഛന് ഇതേപോലെ 10 years ബാക്ക് അറ്റാക്ക് വന്നായിരുന്നു രാത്രി. ആ സമയത്ത് ഇവിടെ ഞങ്ങൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ കൊണ്ട് കാണിച്ച, അവിടെ ഇതേപോലെ സെയിം ഇഷ്യൂ, ഡോക്ടേഴ്സൊന്നും അവൈലബിൾ അല്ല, നമുക്ക് ഡിസ്ചാർജ് തരുന്നില്ല, ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അച്ഛൻ്റെ കണ്ടീഷനാണെങ്കിൽ സിവിയർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും എൻ്റെ ഒരു റിലേറ്റീവ് ഷിബുച്ചിട്ടാണ് അപ്പോഴും ലേക്ക് ഷോറിലേക്ക് അച്ഛനെ റെഫർ ചെയ്തത്. അപ്പോൾ എന്നെ കൊണ്ടുപോകുമ്പോഴും പറയടി അച്ഛനെ രക്ഷിച്ച പോലെ നിന്നെ ഞാൻ രക്ഷിക്കും, നീ പേടിക്കേണ്ട, ഒന്നുകൊണ്ട് നീ വരെയാവണ്ടെന്ന് പറഞ്ഞ് ആ ഒരു. അപ്പോൾ ലേക്ക് ഷോർ എന്ന് കേൾക്കുമ്പോഴത്തേനും എനിക്കിപ്പോൾ ഒരു സത്യം പറഞ്ഞ ഒരു ധൈര്യമാണ്. അന്ന് അച്ഛനെ കൊണ്ടുപോയതും ഇന്ന് എന്നെ കൊണ്ടുപോയതും ഒക്കെ എനിക്കിപ്പം എന്താ ലേക്ക് ഷോർ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു സംഭവം തന്നെയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. എനിക്കിപ്പോൾ ഷിബുച്ചിട്ടാണ് ഇങ്ങോട്ട് റെഫർ ചെയ്തത്. എന്നെ ഒരു റൂമിലോട്ട് അദ്ദേഹം വിളിച്ചോണ്ട് പോയി. ഇതൊക്കെയാണ് ഇൻസിഡൻസ്, നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കത് സർജറിയിലൂടെ നേരെയാക്കാൻ പറ്റുള്ളൂ, ടൈം എടുക്കും, പിന്നെ ഫിസിയോ വേണ്ടി വരും. ഈ ഡീറ്റെയിൽസ് എല്ലാം പുള്ളി എന്നോട് പറഞ്ഞു. ആ ഒരു എനിക്ക് തോന്നുന്നു 2-3 മിനിറ്റ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുള്ളൂ. ആ ഫുൾ ഡീറ്റെയിൽസ് പുള്ളി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷാരോൺ എന്താണ് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇതാണ് എൻ്റെ തീരുമാനമെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹം അതിൻ്റെ അകത്ത് കയറി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു 3 minutes 4 minutes പുള്ളി ഓക്കെ ആക്കി തന്ന് എൻ്റെ അച്ഛനും അമ്മയും ആവണിയുടെ അച്ഛനും അമ്മയും ഞാനും കയറി. അന്ന് വെഡിങ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ റിസപ്ഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ ഒരുപാട് പ്ലാനിങ് ഒരുപാടില്ലെങ്കിൽ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യാനുള്ള ടൈം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നതുകൊണ്ടും എനിക്ക് സ്കൂളിലൊക്കെ ആയതുകൊണ്ടും പ്ലാൻ ചെയ്യാൻ ടൈം കിട്ടിയിരുന്നില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ഹണിമൂൺ അങ്ങനെ പല പല ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി. എന്നാലും പക്ഷെ എനിക്ക് വന്ന് ഇത് കൊള്ളാം, അങ്ങനെയല്ല കൊള്ളാന്നല്ല, ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട്, ഒരു വെറൈറ്റി ഹണിമൂൺ. ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഏറ്റവും ലാസ്റ്റ് എന്ന് വെച്ചാൽ കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് അപ്പൊ ആവണി എപ്പോഴും എന്നോട് ചോദിക്കും ഇത് ആരെങ്കിലും കാണുവോ, അതെ രണ്ടുപേരെങ്കിലും അറിയോന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കല്യാണം കഴിഞ്ഞു എന്ന് ആരെങ്കിലും അറിയോന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പം അതിന്റെ ഇഷ്ടമില്ല, ഇപ്പം വേൾഡ് വൈഡ്. എന്റെ കൂടെ നിന്ന രശ്മി അമ്മ, ഷാരോണിന്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയും അച്ഛനും എല്ലാം, എൻ്റെ വലിയച്ഛനും ഒരുപാട്, ചിറ്റ ശുഭിച്ചിറ്റ മാമന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ വന്നു നിന്നും നമുക്ക് ഭയങ്കര ധൈര്യം. അത് ഇത്രയും പേര് നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയാമെങ്കിലും ഇത്രത്തോളം നമ്മളൊരു ഘട്ടത്തിൽ ഇങ്ങനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു, ഈ ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നിൽക്കുന്നു ഞാൻ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും ഞാൻ അത് എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. എന്തായാലും അവരുടെ സ്നേഹം എനിക്ക് ശരിക്കും തിരിച്ചറിഞ്ഞത് ഇങ്ങനൊരു സംഭവത്തിൽ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം എൻ്റെ ഫാദറിൻലോ മദറിൻലോ ആണെങ്കിലും എനിക്ക് പരിചയം ഉണ്ടെങ്കിലും ഇപ്പം ഇവിടെ വന്ന് അവരെന്നെ കെയർ ചെയ്യുന്നതിലും അപ്പോഴാണ് എനിക്ക് അവരുടെ ശരിക്കുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇപ്പം എല്ലാവരും പറയും സ്വന്തം അച്ഛനും അമ്മേനും പോലെ ആവില്ലല്ലോ കല്യാണം കഴിച്ച ആളുടെ അച്ഛനും, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ആൾ തന്നെയാണ് എനിക്ക് പറയാം എൻ്റെ അച്ഛനും അമ്മയും, മനോജനും രശ്മി അമ്മയെന്ന് പറയാം. എനിക്ക് തോന്നുന്നു അന്ന് രാത്രി ആവണി എന്നെ ഒരു 12 മണി 12:30 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷാരോണെ നേരത്തെ എഴുന്നേക്കണം, നമുക്ക് ഫോട്ടോഷൂട്ട് ഉണ്ട്, കിടന്നുറങ്ങരുത്, ഇപ്പം മേക്കപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കണം, ഞാൻ വരും, നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി, അപ്പോൾ അവിടെ പോകണം, ഫോട്ടോഷൂട്ട് വേണം. ഓക്കെ, അപ്പം ഞാനങ്ങനെ കിടന്ന് എനിക്ക് തോന്നുന്നൊരു 4 മണി ആകാറായി, 4 മണി. എനിക്ക് ടൈം ക്ലിയർ ആയിട്ട് ഓർക്കുന്നില്ല. പെട്ടെന്നൊരു കോൾ വന്നു. കുറേ കോൾ വരുന്നുണ്ടായിരുന്നു, ഞാൻ കെയർ ചെയ്തില്ല. പിന്നെ ഞാൻ ആ ഒരു കോൾ എടുത്തു പെട്ടെന്ന് ഇറങ്ങിയതപ്പോൾ. അപ്പോൾ ആരാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല വിളിച്ചത്. മാമൻ അങ്ങനെ എന്തോ എന്നോട് പറഞ്ഞത് കൃത്യമായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു.
അപ്പോൾ ആവണിക്ക് ഒരു ആക്സിഡൻ്റ് ആയി. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ്. നട്ടലിന് പരിക്കുണ്ട്, ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇന്ന് ഇത്രയേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ആ ഫോൺ കട്ടായി. ഞാൻ ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ സൈലൻ്റ് ആയിട്ട് ആ ബെഡിൽ തന്നെ കുറേ നേരം ഇങ്ങനെ എഴുന്നേറ്റ് ഇരുന്നു. ആ ഒരു എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റോളം ഞാൻ അങ്ങനെ ഇരുന്നു. പിന്നെ അങ്കിള് വന്നു, അച്ഛൻ വന്നു, അവരെ ഇൻഫോംഡ് ആയി. അച്ഛനെയും അവനുടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഇൻഫോംഡ് ആയി. അപ്പോൾ എനിക്ക് ആ നിമിഷം എല്ലാവരും സൈലൻ്റ് ആയി ഞങ്ങളുടെ റൂമിൽ. ഓരോരുത്തരിങ്ങനെ കല്യാണത്തിൻ്റെ തിരക്കിന് കയറി വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് ഓർമ്മയില്ല, എന്തൊക്കെയോ നടക്കുന്നുണ്ട് വീട്ടിൽ, ആ ഒരു ചിന്ത മാത്രമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആവണിയുടെ ബ്രദറിനെ വിളിച്ച് ചോദിക്കുന്നത് എന്താണ് ഇഷ്യൂ. അപ്പം അവരും എത്തിയിട്ടില്ല, കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുക. അവരും എത്തിയിട്ടില്ല. അപ്പം അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പം പിന്നെ ഇവരുടെ ഒരു മാമനെ വിളിച്ചു ചോദിച്ചു. അവരും പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. പിന്നെയാണ് അറിഞ്ഞത് ഇത് ഇച്ചിരി സീരിയസ് ആണ്. അപ്പം അവിടുന്ന് പിന്നെ അതിൽ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ലേക്ക് ഷോറിലോട്ട് മൂവ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ പോയി ലേക്ക് ഷോറിലോട്ട്, വണ്ടി എടുത്തു. അപ്പം അവർ ആംബുലൻസിൽ നിന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ ആ ഡിസിഷൻ എടുത്തു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ആവണിക്ക് കൊടുക്കാവുന്ന വെച്ച് എനിക്ക് തോന്നുന്നത് അല്ലേ, ഈ ആവണെ സ്ട്രോങ് ആയിരിക്കാനും ആവണിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നതായിട്ടൊരു സപ്പോർട്ട് എനിക്ക് കൊടുക്കണമെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് എൻ്റെ ആഗ്രഹം അത് എനിക്ക് അറിയിക്കണമെന്ന് തോന്നുന്നു. ഞാൻ അവനുടെ കൂടെ ഉണ്ട് ലൈഫ് ലോങ്. അതാ ഞാൻ ചെയ്തത്. ഇതിപ്പോ ഒരുപാട് പേര് കുറെ വഴിപാട്, ഇപ്പൊ നമ്മളെ റിലേറ്റീവ്സ് ആണെങ്കിൽ അങ്ങനെ കുറെ നേർന്നിട്ടുണ്ട് ഗുരുവായൂർ. അതെന്തായാലും വേണ്ട, ദൈവത്തിന്റെ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ട്. ദൈവത്തിന്റെയും കൂടി ഒരു സഹായം ഇല്ലാതെ നമുക്കിങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞ ഇന്റിമേറ്റ് വെഡിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഉറപ്പായിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ എന്തായാലും വരും. നടന്ന് ഞാനെല്ലാം കൂടി വരും എന്തായാലും. ഷാരോണും ഞാനും കൂടി എല്ലാവരെയും കാണാനായിട്ട്. ഇന്നലെയും മിനിഞ്ഞാന്ന് വരുന്നത് എനിക്ക് ഇവര് ഫോൺ തരുന്നില്ലായിരുന്നു. ഞാൻ ഇനി ഗൂഗിളിൽ നോക്കി വല്ലതൊക്കെ നെഗറ്റീവ് ഒക്കെ ആലോചിക്കുമെന്ന് എനിക്ക് ഫോൺ തരുന്നില്ലായിരുന്നു ഇവര്. ഇന്നലെ ആയിരുന്നു ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടത്. അപ്പോൾ ഞാനപ്പോൾ അതിൽ 2-3 നെഗറ്റീവ് കമൻസ് അച്ഛനും കാണിച്ചു തന്നു. ഇവരുടെ അച്ഛനും ഉമ്മയ്ക്ക് എന്തിന് ഇത്രയും ദൂരെ വിട്ടേതിന്. ഫസ്റ്റ് നെഗറ്റീവ് കമന്റ് ഇതാ, ഇത്രയും ദൂരെ ആലപ്പുഴയിലൊന്നും വേറെ ഇല്ലാഞ്ഞിട്ടാണോ കോട്ടയത്ത് കൊണ്ട് വെച്ചത്. അതെൻ്റെ ഒരു ഡ്രീമായിരുന്നു. ജാൻവി മേക്ക് ഓവറിനെ കൊണ്ട് തന്നെ ആ ഒരു ഡ്രീം ഡേ എനിക്ക് ഒരുങ്ങണം എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് അത്രയും റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാനൊരു 1 hour and a half ട്രാവൽ ചെയ്ത് അങ്ങോട്ട് പോകാമെന്ന് വെച്ചത്. പിന്നെ ഈ ഇങ്ങനെ സിവിയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ താലി കെട്ടണം, ആ കുട്ടി ഓക്കെ ആയിട്ട് കെട്ടിയേ പോരായിരുന്നു എന്നൊക്കെ അങ്ങനത്തെ കുറേ നെഗറ്റീവ് കമൻസ്. പക്ഷെ അതൊക്കെ വളരെ ഒരു 0.something അത്രയൊക്കെ ഉള്ളൂ. എനിക്കതൊന്നും അത്രയും പോസിറ്റീവ് കമൻസിലൊന്നും ആ നെഗറ്റീവ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അതും നെഗറ്റീവ് എനിക്കത് നെഗറ്റീവായിട്ട് തോന്നിയതും ഇല്ല. എനിക്കത് അത്രയും പോസിറ്റീവ്ലി അത് കണ്ടില്ല എന്ന് തന്നെ വെക്കാം. ഒരുപാട് നന്ദിയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ചു, ഷാരോണെ എങ്ങനെയുണ്ട്, ഷാരോണെ വൈഫിന് എങ്ങനെയുണ്ടെന്നൊന്നും വാട്സാപ്പിലായാലും ഫോൺ ഒരുപാട് പേരുടെ കോൾസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയില്ല. അപ്പം ആരൊക്കെ വിളിച്ചതെന്ന് പോലും എനിക്കറിയില്ല. പലതും അൺനോൺ നമ്പറാണ്. അപ്പം അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് ഹൃദയം നിറഞ്ഞ എന്താ പറയുക നന്ദിയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങൾക്ക് എനിക്ക് തന്ന സപ്പോർട്ടിനും പിന്നെ ഹോസ്പിറ്റലിനും എല്ലാവരോടും. നമ്മളറിയാത്ത ആൾക്കാർ ഇപ്പം എൻ്റെ ഒരു നോർമലായിട്ടുള്ളൊരു വെഡിങ് ആണെങ്കിൽ മാക്സിമം ഒരു 1000 പേരൊക്കെ എൻ്റെ വെഡിങ് അറിയത്തുള്ളൂ. അത്ര അറിയുമെന്ന് പോലും എനിക്കറിയില്ല 1000 പേര്. പക്ഷെ ഇതിപ്പോൾ വേൾഡ് വൈഡ് ഇപ്പം എന്താ UK അവിടെ നിന്നൊക്കെ കോൾ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. UK നിന്നൊക്കെ അച്ഛനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം, ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാം ഇവിടെ പ്രാർത്ഥിക്കാം. ഒരുപാട് പേര് നമുക്കറിയാത്ത ലാംഗ്വേജ് അറിയാത്ത ആൾക്കാർ വരാൻ പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പലതും പറഞ്ഞ്. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ബെസ്റ്റ്. ചെറിയൊരു ഇന്റിമേറ്റ് വെഡിങ് പോലത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടുതലും കസിൻസ് അവര് ഭയങ്കര ഇൻട്രസ്റ്റ്, നമ്മളെക്കാട്ടിലും കൂടുതൽ കസിൻസും എന്റെ ഫ്രണ്ട്സും അവർക്കെല്ലാം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തണമെന്ന് എപ്പോഴും എന്റെ കൂട്ടുകാരായാലും കസിൻസ് ആയാലും വിളിക്കുമ്പോൾ ഫസ്റ്റ് പറയുന്ന ഇതാ, നമുക്കൊരു പരിപാടി നടത്തണം ഇഷ്ടമാണ്, നമുക്കൊരു ഫംഗ്ഷൻ നടത്തണം എന്തായാലും. അവര് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് നടത്താൻ വേണ്ടി. അവനിക്ക് വേണ്ടി അവര് വെയിറ്റ് ചെയ്യാണ്. അതിലെന്തായാലും ലക്ഷോറുകാർ എന്തായാലും മേജർ പാർട്ടായിരിക്കും.